everyone, welcome to the class. Hindu in school XandY ചേർന്ന് നടത്തുന്ന one of the best exam ആണ് National Science and Math Championship അഥവാ NSMC. മാത്സും സയൻസും ഇഷ്ടപ്പെടുന്നവർക്ക് എഴുതാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാം ആണ്. സോ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ എക്സാം നവംബർ 1 വരുന്നത്. ഇന്ന് നമ്മൾ ക്ലാസ് 8 മാത്തമാറ്റിക്സിലെ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ, എന്താണ് ലീനിയർ ഇക്വേഷൻ? നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ 2x + 1 is equal to 3. ഓക്കെ, സോ ഇവിടെ എക്സിൻ്റെ പവർ 1 വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. സോ എക്സ് ഇപ്പോൾ നെഗറ്റീവ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എക്സ് റൂട്ട് അല്ലെങ്കിൽ 1/2 എന്ന ഫ്രാക്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ ഒന്നും എന്താണത് ലീനിയർ ഇക്വേഷൻ അല്ല. സോ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Assertion reason type question ആണ്. 5/3 x⁻1 + 11 is equal to 1 as a linear equation. റീസൺ എഴുതിയിട്ടുള്ളത്, ഇൻ എ ലീനിയർ ഇക്വേഷൻ പവർ ഓഫ് എക്സ് കനോട്ട് ബി നെഗറ്റീവ്. സി, നമ്മുടെ ക്വസ്റ്റൻ എന്താ പറയുന്നത്, നമുക്കിവിടെ 5/3 അല്ലേ, 5/3 x⁻1 + 11 is equal to 1. സി, ഇവിടെ നമുക്ക് എക്സിൻ്റെ പവർ നോക്കിയാൽ തന്നെ നമ്മുടെ ആൻസർ ആയി. എന്താണ്, എക്സിൻ്റെ പവർ നെഗറ്റീവ് ആണ്. സോ ദിസ് ഇസ് നോട്ട് എ ലീനിയർ ഇക്വേഷൻ. ഇത് ലീനിയർ ഇക്വേഷൻ അല്ല, റൈറ്റ്? സോ നമ്മുടെ അസേർഷൻ എന്താണ്, അസേർഷൻ ഇസ് ഇൻകറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ റീസൺ നമുക്ക് ചെക്ക് ചെയ്യാം. ഇൻ എ ലീനിയർ ഇക്വേഷൻ പവർ ഓഫ് എക്സ് കനോട്ട് ബി നെഗറ്റീവ്. യെസ്, അത് കറക്റ്റ് ആണ് അല്ലേ. ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ പവർ ഓഫ് എക്സ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. പവർ ഓഫ് എക്സ് എന്തായിരിക്കും, 1 ആയിരിക്കും. സോ അസേർഷൻ ഇസ് ഇൻകറക്റ്റ്, റീസൺ ഇസ് കറക്റ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിവൈഡ് 34 into 2 parts A and B in such a way that 4/7 of the first part is equal to 2/5 of the other. Then A is. സോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ലെങ്ത് 34 ആണെന്ന് അസ്യൂം ചെയ്യാം. നമ്മൾ ഇതിനെ A-B എന്നുള്ള പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 34 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, A + B. സി, A + B എന്ന് പറയുന്നത് എന്താണ്, 34 ആണ്. റൈറ്റ്, ദിസ് ഇസ് അണ്ടർസ്റ്റുഡ്. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. 4/7 ഓഫ് ദി ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ 4/7 of A is equal to 2/5 of the other. Other എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5 of B. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റൻ. അപ്പം നമുക്ക് എയും ബിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. സോ ദാറ്റ് ഈസ് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. സോ 4A × 5 is equal to 2B × 7. ജസ്റ്റ് നമ്മൾ ഈ 7 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, 5 ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തു. സോ നമുക്ക് എന്താ കിട്ടുക, 4 × 5 എന്താണ്, 20 ആണ്. സോ 20A is equal to 7 × 2. What is 7 × 2? 14. So 14B. Right? So that is 20A is equal to 14B. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ again സിംപ്ലിഫൈ ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ദിസ് ബിക്കംസ് 10A is equal to 7B എന്ന് കിട്ടും. റൈറ്റ്? ഇനി A എന്ന് പറയുന്നത് അല്ലെങ്കിൽ B എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഹിയർ B is equal to 10/7A ആണ്. 10/7A ആണ് വരുന്നത് അല്ലേ. സോ ജസ്റ്റ് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മളുടെ ആദ്യത്തെ A + B = 34 എന്ന് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ട് അല്ലേ, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ A + B is equal to 34. സോ ഇവിടെ A, ബിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. B we know that it is 10A/7 ആണ്. 10A/7. റൈറ്റ്? ദിസ് is equal to 34. ഓക്കെ, അപ്പോൾ ഇവിടെ A ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്താണ്, ഡിനോമിനേറ്റർ ഇപ്പോൾ കറൻ്റ്ലി എന്താണ്, 1 ആണ്. സോ അതിനെ 7 ആക്കണമെങ്കിൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഞാൻ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദിസ് ബിക്കംസ് 7A/7. 7A/7 എന്ന് പറഞ്ഞാൽ A തന്നെയല്ലേ. യെസ്. സോ പ്ലസ്
10a by 7, which is equal to 34. So which is 17a by 7 is equal to 34. Yes. ഇനി ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. ദാറ്റ് ഇസ് a 17a is equal to 34 into 7. a is equal to 34 into 7 divided by 17. 17 into 2 ആണ് in the 34 അല്ലേ. So this is a എന്ന് പറയുന്നത് നമുക്ക് 14 എന്ന് കിട്ടും. ഈസി അല്ലേ? യെസ്. അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് ഇവിടെ 10/7 അല്ലെങ്കിൽ a by 7ന്റെ റേഷ്യോ എന്താണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ദാറ്റ് ഈസ് 10a is equal to 7b എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ ഇതിൽ നിന്ന് നമുക്ക് a by b എന്താണെന്ന് എഴുതാം? 7/10 എന്ന് എഴുതാം. ആക്ച്വലി a by b എന്ന് പറയുന്നത് 7/10 ആണ്. അതിൻ്റെ റേഷ്യോ a:b എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ എന്താണ്? 7/10 അല്ലെങ്കിൽ 7:10 ആണ്. ഓക്കെ. സോ 34ൽ a എന്താണെന്ന് ചോദിച്ചാൽ ഔട്ട് ഓഫ് 34 a എന്ന് പറയുന്നത് എന്തായിരിക്കും? 34ന്റെ 7 പാർട്സ് ആണ് അല്ലേ. 34ന്റെ 7/17 ടോട്ടൽ 17 പാർട്സ് ആണ്. കാരണം 7:10 എന്നുള്ള റേഷ്യോ ആണ് അല്ലേ. സോ ടോട്ടൽ 17ലെ 7 പാർട്ടാണ് എന്ത്? എനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ 7/17 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. സോ വിച്ച് ഇസ് നത്തിങ് ബട്ട് 14. അപ്പോൾ ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഇനി അങ്ങനെ എഴുതാൻ അറിയാത്തവർ നമ്മൾ ലീനിയർ ഇക്വേഷൻ്റെ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. a + b = 34 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയുടെ വാല്യൂ അല്ലെങ്കിൽ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആൻസറിലേക്ക് എത്തുക. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a into x minus b by a minus b plus b into x minus a by b minus a is equal to 1, then what is x? So ഇവിടെ ഈ ഒരു ക്വസ്റ്റനിൽ ആക്ച്വലി ഒരു പോയിന്റ് മിസ്സിംഗ് ഉണ്ട് കേട്ടോ. a is not equal to b എന്ന് അവർ തരണം. കാരണം എയും ബിയും ഈക്വൽ ആയാൽ ഇവിടെ എന്താ സംഭവിക്കുക? ഡിനോമിനേറ്റർ 0 ആയി പോവും. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ. ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവില്ല. സോ a is not equal to b എന്ന ഒരു അസംഷനിലാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. ക്വസ്റ്റൻ ഹാസ് ടു ബി മോർ ക്ലിയർ. ലൈക്ക് a is not equal to b എന്നുള്ളൊരു കണ്ടീഷനും കൂടെ ഇവിടെ തരണം. സോ a is not equal to b എന്ന് നമുക്ക് അസ്യൂം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. a not equal to b ആണ് അല്ലേ. ഇനി നമുക്ക് ഈ ക്വസ്റ്റൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് a minus b ആണ്, ഇത് b minus a ആണ്. ആക്ച്വലി നമുക്ക് ഡിനോമിനേറ്ററിനെ സെയിം ആക്കിക്കൂടെ? യെസ്. സോ a minus b ഇവിടെ b minus a. b minus a നെ നമുക്ക് എങ്ങനെ എഴുതാം? b minus a can be written as minus of a minus b എന്ന് എഴുതാം. റൈറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം മൊത്തത്തിൽ? b into x minus a divided by minus of a minus b. അല്ലെങ്കിൽ minus b into x minus a divided by a minus b എന്ന് എഴുതാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു പാർട്ടിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതാൻ പോകുന്നത് കേട്ടോ. സോ ദ ക്വസ്റ്റ്യൻ ബിക്കംസ് ലൈക്ക് ദിസ്. ക്വസ്റ്റ്യൻ എങ്ങനെയായിട്ട് മാറും? a into x minus b divided by a minus b പ്ലസ് എന്നുള്ളത് മൈനസ് ആയിട്ട് മാറും. b into x minus a divided by a minus b. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൽ എന്താണ്? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. സോ ദിസ് ഇസ് a into x minus b minus b into x minus a divided by a minus b. ഓക്കെ. സോ ഈ ഒരു പാർട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ദാറ്റ് ഇസ് a into x minus b minus b into x minus a. divided by a minus b. Okay, so this is ax minus ab minus bx minus into minus plus ab divided by a minus b. So ഇവിടെ minus ab യും plus ab യും cancel ചെയ്യും. So what we get is ax minus bx divided by a minus b. Okay അല്ലേ? സോ ഇതിന്ന് എക്സ് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എക്സ് ഇൻറ്റു എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി. സോ എ മൈനസ് ബി ക്യാൻസൽ ചെയ്യും. സോ യു ഗെറ്റ് എക്സ് ഈക്വൽ ടു
എന്ത് കിട്ടും 1 എന്ന് കിട്ടും അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് ക്വസ്റ്റനിൽ മൊത്തം തന്നിട്ടുള്ളത് അല്ലേ. സോ എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ ദ ആൻസർ ഇസ് എക്സ് ഈക്വൽ ടു 1. ക്ലിയർ അല്ലേ. ഇവിടെ ദിസ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ദിസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ സ്റ്റാർട്ടിംഗ് തൊട്ട് എഴുതണം കേട്ടോ. ദെൻ യു വിൽ ക്യാൻസൽ ഔട്ട് ദിസ് എ മൈനസ് ബി. സോ എക്സ് ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് ഫൈനലി ആൻസർ കിട്ടുക. സോ നെക്സ്റ്റ് വൺ, the ages of two persons differ by 8 years. 12 years ago, the elder was 4 times as old as the younger. The present age of the elder. Okay. അപ്പോൾ യങ്ങർ വൺ, ഇവിടെ 2 ആൾക്കാരുണ്ട് അല്ലേ. the age of two persons differ by 8 years. അപ്പോൾ നമുക്ക് ഒരാളുടെ ഏജ് എക്സ് എന്ന് എടുക്കാം, രണ്ടാമത്തെ ആളുടെ ഏജ് എക്സ് പ്ലസ് 18. ഇതാണ് യങ്ങർ പേഴ്സൺ ആൻഡ് ദിസ് ഈസ് ദി എൽഡർ വൺ. ഓക്കെ. ഇനി 12 years ago യങ്ങറിൻ്റെ ഏജ് എന്തായിരിക്കും? എക്സ് മൈനസ് 12 ആയിരിക്കും. അപ്പോൾ എൽഡറുടെ ഏജ് എന്തായിരിക്കും? എക്സ് പ്ലസ് 18 മൈനസ് 12 എന്ന് വെച്ചാൽ എക്സ് പ്ലസ് 6 ആയിരിക്കും അല്ലേ. സോ ഇതാണ് എൽഡറുടെ ഏജ് 12 years ago. അതുപോലെ എക്സ് മൈനസ് 12 ആണ് യങ്ങറിൻ്റെ ഏജ് 12 years ago. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. 12 years ago എൽഡർ വാസ് 4 times ആസ് ഓൾഡ് ആസ് ദി യങ്ങർ. സോ എക്സ് മൈനസ് 12 ആണ് യങ്ങർ is equal to 4 times as, see, the elder was 4 times, sorry, elder ആണ് 4 times അല്ലേ. അപ്പോൾ എൽഡർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 6 is equal to 4 times the younger one. ഓക്കെ. സോ ഈ ഒരു കണ്ടീഷനാണ് നമുക്ക് ഇനി സോൾവ് ചെയ്യേണ്ടത് അല്ലേ. സോ ദാറ്റ് ഈസ് എക്സ് പ്ലസ് 6 is equal to 4 times എക്സ് മൈനസ് 12. സോ വിച്ച് ഇസ് 4x minus 48. So that is 3x, that is ഇവിടെ x plus 6 ഉണ്ട് അല്ലേ. സോ ഈ x ഇപ്പുറത്തോട്ട് വരുമ്പോൾ this becomes 4x minus x and ഇവിടെ 48 plus 6 now, right? So 4x minus x എന്ന് പറയുമ്പോൾ it's not 3, 4x minus x, that is 3x. This is 54 എന്ന് വരും അല്ലേ. So x is equal to 54 divided by 3 which is 18. So യങ്ങറുടെ ഏജ് 18 ആണ്. ദ പ്രസൻറ്റ് ഏജ് ഓഫ് ദി എൽഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ എക്സ് 18 ആണ്. സോ എൽഡർ വൺ എന്തായിരിക്കും? എക്സ് പ്ലസ് 18 ആണ് അല്ലേ. അതായത് 18 പ്ലസ് 18 which is 36. So option B is the correct answer. I hope this is clear. So let's move on to the next question. Okay. So കുറച്ചൊരു വലിയ ക്വസ്റ്റൻ ആണ് തന്നിട്ടുള്ളത് അല്ലേ. When Rahul was born, his father was 32 years older than his brother and his mother was 25 years older than his sister. If Rahul's brother is 6 years older than him and his mother is 3 years younger than his father, how old Rahul's sister when he was born? So കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് എന്ത് ചെയ്യാം? സോർട്ട് ഔട്ട് ചെയ്യുക അല്ലേ. സോ ഫസ്റ്റ് നമ്മൾ ഇതിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇഫ് രാഹുൽസ് ബ്രദർ 6 years older than him എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം രാഹുൽ ജനിച്ച സമയത്ത് രാഹുലിൻ്റെ ഏജ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ജനിച്ചതേ ഉള്ളൂ. അപ്പം രാഹുലിൻ്റെ ബ്രദറിൻ്റെ എന്തായിരിക്കും? രാഹുൽസ് ബ്രദർ എന്തായിരിക്കും? 6 years older എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 0 plus 6 which is 6. അപ്പം രാഹുലിൻ്റെ ബ്രദർ 6 years ആണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഫാദറും രാഹുലും തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഹിസ് ഫാദർ ഇസ് 32 years older than his brother. അപ്പോൾ ബ്രദർ 6 ആണെങ്കിൽ ഫാദർ എന്തായിരിക്കും? ബ്രദറിൻ്റെ ഏജിൻ്റെ കൂടെ 32 ആഡ് ചെയ്യണം. സോ രാഹുലിൻ്റെ ഫാദറിൻ്റെ ഏജ് എന്താണ്? 6 plus 32 which is 38. ഇനി ഹിസ് മദർ വാസ് 25 years older than his sister എന്നൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിസ് മദർ ഇസ് 3 years younger than ഫാദർ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഫാദർ ഇവിടെ 38 ആണെങ്കിൽ മദർ എന്തായിരിക്കും? മദറിൻ്റെ ഏജ് വിൽ ബി 38 minus 3. സോ വിച്ച് ഇസ് 35. സോ മദറിൻ്റെ ഏജ് നമുക്ക് കിട്ടി. ഇനി സിസ്റ്ററുടെ ഏജും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. സോ സിസ്റ്ററുടെ ഏജ് എന്താണ്? 25 years older. Mother is 25 years older than his sister. അപ്പോൾ സിസ്റ്ററുടെ ഏജ് എന്താണ്? മദറുടെ ഏജിൽ നിന്ന് 25 സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. സോ 35 minus 25 which is 10. സോ സിസ്റ്ററുടെ ഏജ് ഇപ്പോൾ കറൻ്റ്ലി 10 years ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. യെസ്. അപ്പോൾ ഇവിടെ
ഭയങ്കര വലിയൊരു ക്വസ്റ്റൻ ആണ് തന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഓരോന്നും എന്ത് ചെയ്തു, ഒന്നുകൂടി അനാലൈസ് ചെയ്ത് 1 by 1 ആയിട്ട് എഴുതിയപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ. രാഹുലിൻ്റെ ഏജ് 0 എന്ന് എടുത്തു, കാരണം രാഹുൽ ജസ്റ്റ് ബോൺ ആണ്. അപ്പോൾ രാഹുലിൻ്റെ ബ്രദർ 6 years എൽഡ് ആണ്. സോ രാഹുലിൻ്റെ ബ്രദറിൻ്റെ ഏജ് 6 ആണ്. പിന്നെ ഫാദർ ഏജ് രാഹുലിൻ്റെ ബ്രദറിൻ്റെ ഏജിനേക്കാളും 32 കൂടുതലാണെന്ന് പറഞ്ഞു. സോ 32 + 6 ചെയ്തു, 38 കിട്ടി. പിന്നെ മദറും ഫാദറും തമ്മിൽ 3 years ഡിഫറൻസ് ആണ് അല്ലേ. സോ മദറിൻ്റെ ഏജ് 35 ആണ്. ഇനി മദറും സിസ്റ്ററും തമ്മിൽ 25 years ഡിഫറൻസ് ആണ്. സോ സിസ്റ്ററുടെ ഏജ് 10 ആണെന്ന് നമ്മൾ ഈസിലി കാൽക്കുലേറ്റ് ചെയ്തു. യെസ്, ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. സോ NSMC-യിൽ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാനുള്ള QR കോഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാം ആണ്. സയൻസും മാത്സും ഇഷ്ടപ്പെടുന്നവർ എന്തായാലും എഴുതിയിരിക്കേണ്ട എക്സാം ആണ്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.